ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൽ അമേരിക്ക കൂടി ഭാഗമായതോടെ പശ്ചിമേഷ്യയിൽ അതിസങ്കീർണമായ സാഹചര്യമാണ്. B-2 ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ച് ഇറാനിലെ 3 ആണവ കേന്ദ്രങ്ങളാണ് അമേരിക്ക ആക്രമിച്ചത്. കനത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ഇറാൻ പ്രതികരിച്ചപ്പോൾ US നടപടിയിൽ ഐക്യരാഷ്ട്രസഭ ആശങ്ക രേഖപ്പെടുത്തി. സംഘർഷം തുടങ്ങി 10ാം നാളിലാണ് അമേരിക്കയുടെ നേരിട്ടുള്ള ആക്രമണം. ഫോർദോ, നദാൻസ്, ഇസ്ഫഹാൻ എന്നീ 3 ആണവ കേന്ദ്രങ്ങളാണ് B-2 ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ച് ആക്രമിച്ചത്. ദൗത്യം വിജയകരമാണെന്നും സമാധാനം വേഗത്തിൽ കൈവന്നില്ലെങ്കിൽ കൂടുതൽ ആക്രമണമുണ്ടാകുമെന്ന മുന്നറിയിപ്പും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകി. A short time ago, the U.S. military carried out massive precision strikes on the 3 key nuclear facilities. Our objective was the destruction of Iran's nuclear enrichment capacity and a stop to the nuclear threat posed by the world's #1 state sponsor of terror. The strikes were a spectacular military success. Iran's key nuclear enrichment facilities have been completely and totally obliterated. Iran, the bully of the Middle East, must now make peace. If they do not, future attacks will be far greater and a lot easier. അമേരിക്കയുടേത് ശക്തമായ ഇടപെടൽ എന്നായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ പ്രതികരണം. Congratulations, President Trump. Your bold decision to target Iran's nuclear facilities with the awesome and righteous might of the United States will change history. Israel has done truly amazing things. But in tonight's action against Iran's nuclear facilities, America has been truly unsurpassed. It has done what no other country on earth could do. അതേസമയം ആക്രമണം സ്ഥിരീകരിച്ച ഇറാൻ ആണവ പദ്ധതികളെ ബാധിച്ചിട്ടില്ലെന്ന നിലപാടിലാണ്. ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് നയം വ്യക്തമാക്കിയ ഇറാൻ പിന്നാലെ ഇസ്രയേലിൽ കനത്ത ആക്രമണവും നടത്തി. ടെല്ലവീവിലും ഹൈഫയിലും ബാലിസ്റ്റിക് മിസൈലുകൾ പതിച്ചു. US നടപടി അന്താരാഷ്ട്ര സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാണെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പ്രതികരിച്ചു. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയും നടപടിയിൽ ആശങ്ക രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. നേരിട്ട് യുദ്ധത്തിൽ പങ്കാളികളായി അമേരിക്ക ഇറാനുമേൽ മാരക പ്രഹരമേൽപ്പിച്ചതോടെ ഇനി എന്ത് എന്ന വലിയ ആശങ്കയിലാണ് പശ്ചിമേഷ്യ. അമേരിക്കയ്ക്ക് നേരെ കടുത്ത ആക്രമണത്തിലേക്ക് ഇറാൻ പോകുമോ അതോ നയതന്ത്ര വഴി തെരഞ്ഞെടുക്കുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. ഇറാനിലെ ആണവ നിലയങ്ങൾ തകർക്കുക എന്നത് ഇസ്രയേലിന്റെ 2 പ്രധാന യുദ്ധലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. ഇസ്രയേലിന് വേണ്ടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അത് നടപ്പാക്കി. അടുത്ത ലക്ഷ്യം അതിലും മാരകമാണ്. ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയെ വധിച്ച് പുതിയ ഭരണകൂടം സ്ഥാപിക്കുക. അത്തരമൊരു നീക്കം ഏതു നിമിഷവും ഉണ്ടായേക്കാമെന്ന ആശങ്ക ഇറാനുണ്ട്. ഈ സാധ്യത കൂടി മുന്നിൽ കണ്ടാവും ഇറാൻ തുടർ നടപടികൾ സ്വീകരിക്കുക. ഇറാന് മുന്നിൽ 3 വഴികളുണ്ടെന്ന് വിലയിരുത്തുന്നു. 1. അമേരിക്കയ്ക്കും ഇസ്രയേലിനും നേരെയുള്ള ശക്തമായ തിരിച്ചടി. പശ്ചിമേഷ്യയിൽ 20ഓളം അമേരിക്കൻ താവളങ്ങളും വിവിധ ട്രൂപ്പുകളിലായി 40,000-ലധികം അമേരിക്കക്കാരുമുണ്ട്. ഇവയ്ക്കു നേരെ ആക്രമണം നടത്താനുള്ള ശേഷി ഇപ്പോഴും ഇറാനുണ്ട്. പക്ഷേ ഇത് അമേരിക്കയെ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് ക്ഷണിക്കുന്നതിന് തുല്യമാകും. 2ാമത്തെ വഴി അമേരിക്കയ്ക്കു നേരെയുള്ള പ്രത്യാക്രമണം ഒഴിവാക്കി നയതന്ത്ര വഴി സ്വീകരിക്കുക എന്നതാണ്. അത് അമേരിക്കയ്ക്ക് മുന്നിൽ കീഴടങ്ങുന്നതിന് തുല്യമാകും. തുടർന്ന് അമേരിക്ക വെക്കുന്ന ഇസ്രയേൽ അനുകൂല വ്യവസ്ഥകളെല്ലാം അംഗീകരിക്കേണ്ടി വരും. ഇറാനിൽ ഭരണകൂടത്തിനുള്ള പിന്തുണയും നഷ്ടമാകും. ഈ വഴി സ്വീകരിക്കാനുള്ള സാധ്യത കുറവാണ്. 3ാമത്തെ വഴി തന്ത്രപരമായ പിൻവാങ്ങലാണ്. വലിയ ആക്രമണത്തിന് മുതിരാതെ സംഘർഷ സാഹചര്യം നിലനിർത്തുക. സാവധാനം അവസരം നോക്കി തിരിച്ചടിക്കുക. ഇതിൽ ഏതു വഴിയാവും ഇറാൻ സ്വീകരിക്കുക എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഇറാന്റെയും പശ്ചിമേഷ്യയുടെയും ഭാവി നിർണ്ണയിക്കുക. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഇറാനിൽ നിന്നും സുരക്ഷിതമായി തിരിച്ചെത്താൻ കഴിഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് മലപ്പുറം പന്തല്ലൂർ മുടിക്കോട് സ്വദേശിനി ഫാദില മുഹമ്മദ്. ഇസ്രയേൽ ആക്രമണം തുടങ്ങിയ സമയം മുതൽ വലിയ ആശങ്കയായിരുന്നു. ഇന്റർനെറ്റിനും മറ്റ് ആശയവിനിമയ സംവിധാനങ്ങൾക്കും നിയന്ത്രണം ഉണ്ടായിരുന്നതിനാൽ ഇറാൻ നിർമ്മിത ആപ്പ് വഴിയായിരുന്നു വീട്ടുകാരുമായി സംസാരിച്ചിരുന്നത്. യുദ്ധം തുടങ്ങിയ സാഹചര്യത്തിൽ തുടർ പഠനത്തിന്റെ കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്നുവെന്നും ഫാദില പറഞ്ഞു.
ഓപ്പറേഷൻ സിന്ധുവിലൂടെ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയ സംഘത്തിലെ ആദ്യ മലയാളികളിൽ ഒരാളാണ് ഫാദില. ഞങ്ങളിപ്പോൾ ആദ്യം രാത്രിയൊക്കെ ഫുള്ള് സൗണ്ട് കേൾക്കും, എക്സ്പ്ലോഷൻ്റെ സൗണ്ടൊക്കെ കേൾക്കും. പിന്നെ അതുകൊണ്ട് യൂണിവേഴ്സിറ്റി വേഗം ഞങ്ങൾ വേഗം മാറ്റി, കുമ്മക്ക് മാറ്റി. പിന്നെ അവിടുന്ന് മഷദിക്ക്, പിന്നെ അവിടെ ഡയറക്റ്റ് ഫ്ലൈറ്റിൽ ഞങ്ങൾ പോകുന്നത്. ആദ്യം സൗണ്ടൊക്കെ നല്ല കേൾക്കുമ്പോൾ പഠിച്ചിനും, പിന്നെ എല്ലാവരും ഒപ്പം ഉണ്ടായിക്കൊണ്ട് അങ്ങനെയൊന്നും പ്രശ്നമില്ല. അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതാണ് ഭക്ഷണത്തിനോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അല്ല, ഭക്ഷണത്തിനൊക്കെ നമുക്ക് യൂണിവേഴ്സിറ്റി ഒക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അപ്പത്തിന് അവർ നല്ല ഞങ്ങൾ നോക്കിയിരുന്നു. അപ്പോൾ അങ്ങനെയൊന്നും പ്രശ്നമൊന്നുമില്ല. 4 വർഷത്തോട് ബാക്കിയുണ്ടല്ലേ ഇവിടെ? അവിടെ മലയാളികൾ വേറെ ഉണ്ടായിരുന്നു, ഒപ്പം ഉണ്ടായിരുന്നു മലയാളികളൊക്കെ? എൻ്റെ യൂണിവേഴ്സിറ്റി ഇല്ല, വേറെ യൂണിവേഴ്സിറ്റിയിൽ കുറേ 11 പേരൊക്കെ ഉണ്ടായിരുന്നു മലയാളീസൊക്കെ. ഇങ്ങനെ അറ്റാക്ക് വന്നപ്പോൾ നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ വന്നിരുന്നു പുറത്തു പോകരുത്? അങ്ങനെ കുറേ നമുക്ക് റെസ്ട്രിക്ഷൻ കുറേ തന്നെ, നമുക്ക് എങ്ങോട്ടേക്ക് പോകണ്ടൊക്കെ കുറേ പറഞ്ഞു. സൗണ്ട് കേൾക്കുമ്പോൾ എല്ലാവരോടും ബേസ്മെന്റ് അടിയിലേക്ക് പോകാനൊക്കെ പറയാം. നമ്മൾ താമസിക്കുന്നിടത്തൊന്നും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല? അങ്ങനെയൊന്നും പ്രശ്നമൊന്നുമില്ല. സൗണ്ട് മാത്രം കേൾക്കുന്നു, അങ്ങനെയൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. ഇപ്പം ഞങ്ങൾ യൂണിവേഴ്സിറ്റി ഇന്ത്യൻ എംബസി ഒക്കെ ഒപ്പം ഉണ്ടായിക്കൊണ്ട് ഞങ്ങൾ ഫുള്ള് സേഫ് ചെയ്യുന്നു. വീട്ടിൽ നിന്നൊക്കെ എപ്പോഴും വിളിക്കുമ്പോൾ സംസാരിക്കാനൊക്കെ പറ്റുമായിരുന്നോ? അതിന് ചെറുതായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാ വാട്സപ്പും ടെലിഗ്രാം ഫുള്ള് ബ്ലോക്ക് ആക്കിയിരുന്നു. അപ്പോൾ ഇറാൻ ആപ്പ് മാത്രമേ, അവിടുത്തെ ആപ്പ് വഴിയിലൂടെയാണ് ഞങ്ങളിപ്പോൾ സംസാരിക്കുന്നത്. ഇന്ത്യൻ എംബസിൻ്റെ വഴി കൂടെ ഞങ്ങൾ തിരിച്ചു കൊണ്ടുപോയി. ഇപ്പോൾ എന്ന് പോകാൻ ഒരാശങ്കയുണ്ടോ പഠനത്തിൻ്റെ കാര്യത്തിൽ? ഇനി അറിയില്ല ഒന്നും. ഇനിയിപ്പോൾ നമുക്കിപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞു, എക്സാമൊക്കെ ഫുള്ള് മാറ്റി വെച്ചിരിക്കുന്നത്. ഇതിനെ പറ്റി ഒന്നും അറിയില്ല. മിക്കവാറും എല്ലാവരും പറയുന്നത് ഓൺലൈൻ ക്ലാസ് ആയിരിക്കും ഉണ്ടാവുക. യുദ്ധം ശരിക്കും ഇവരുടെ പഠനത്തെയും ഇവരുടെ മറ്റു കാര്യങ്ങളൊക്കെ അനിശ്ചിതത്തിലാക്കിയിരിക്കുകയാണ്. അഖിലോട്ട് പറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18.